എന്നെല്ലാരും ചതിച്ചു, എല്ലാരും പറ്റിച്ചു, എന്നിങ്ങനെയാക്കി. അഭിലാഷമുള്ള ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മുരളി കുന്നംപുറം എന്നുള്ള ഒരു വ്യക്തി കഴിഞ്ഞിടകളിൽ എന്താണ് ഒരു കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആയിട്ട് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അദ്ദേഹം നമുക്കറിയാം വെള്ളം എന്ന് പറഞ്ഞ ഒരു മൂവി കണ്ടിട്ടുള്ളവരെ എല്ലാവരും ഇദ്ദേഹത്തിന്റെ എന്താണ് ജീവിത രീതി ഇൻസ്പയർ ചെയ്തിട്ട് എഴുതിയ ഒരു കഥയാണ് വെള്ളം മൂവി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം വെള്ളം ക്കുന്നവർ ആ മൂവി കണ്ടിട്ട് പോലും പലരും എന്താണ് വെള്ളമടി നിർത്തിയ ഒരു ചരിത്രമൊക്കെ ഉണ്ട്. അപ്പൊ അത്രയും ഇൻസ്പയർ ആയിട്ട് ജീവിതത്തിലോട്ട് കടന്നു വന്നിരുന്ന ഒരു വ്യക്തി ഇന്ന് എന്താണ് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് പൊട്ടിക്കരയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ ഇടയായിട്ടുണ്ട്. അതായത് എനിക്ക് കടമാണ് വെള്ളം എന്ന ഒരു മൂവിയിലൂടെ, അത് ജസ്റ്റ് മൂവി മാത്രമാണ്, അതൊന്നും സത്യമല്ല, എനിക്ക് ഒരുപാട് കടം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരു സിനിമയിലൂടെ അത്രയും ഇൻസ്പയർ ആയ വ്യക്തി ഇന്നും പലരും ആ സിനിമ കണ്ടിട്ട് ജീവിതത്തിലോട്ട് മാറ്റങ്ങൾ വന്നിരുന്ന വ്യക്തിക്ക് ഈ അവസ്ഥയാണോ എന്ന് നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നോക്കുന്ന ഒരു വീഡിയോ ആണിത്. സോ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ലൈക്കും കമന്റും ഷെയറും എല്ലാം ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഈ വീഡിയോ കുറേയധികം ആളിലോട്ട് എത്താൻ എന്നെ സഹായിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇതിനകത്ത് സത്യാവസ്ഥ. അപ്പൊ ഏതൊക്കെയായാലും ഇദ്ദേഹത്തിന്റെ ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് അഭിപ്രായം പറഞ്ഞു തുടങ്ങാം. എന്നെല്ലാരും ചതിച്ചു, എല്ലാരും പറ്റിച്ചു, എന്നിങ്ങനെയാക്കി. അഭിലാഷമുള്ള വിഷ്ണു, അഭിലാഷ് പിള്ളതുകൊണ്ട് അവന് ഒരിക്കലും വിശ്വസിക്കരുത്. വിഷ്ണു അവന് ഡയറക്ഷൻ അറിയില്ല, എല്ലാവരും കള്ളന്മാരാണ്. എല്ലാവരും ഇത് സത്യം അറിയണം. എന്നെ പറ്റിച്ചു എല്ലാം കൂടിയിട്ട് എല്ലാവരും കൂടി പറഞ്ഞ് പറ്റിച്ചു. എന്റെ നല്ലപോലെ ജീവിതം കൊണ്ട് ഈ സിനിമക്കാരെ വിജയിച്ചപ്പോഴും ഒരു ഉണ്ണി വേണ്ടവരാ. അഭിലാഷ് പിള്ള, വിഷ്ണു ഇവരെല്ലാം കൂടെ എന്റെ ജീവിതം ദൈവം അവർക്ക് മാപ്പ് കൊടുക്കാൻ അവരിപ്പോ ജീവിക്കുന്ന ഭാര്യ മകളും കൂടി. അപ്പം ഇതാണ് ഇദ്ദേഹം എന്താണ് അന്ന് പറഞ്ഞിരുന്നു വീഡിയോ. അന്ന് ഇദ്ദേഹം ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് കണ്ടിരുന്നത്. ഒരുപാട് പേര് ഇദ്ദേഹത്തെ പറ്റിച്ചു എന്നാണ് ഇതിനകത്തുനിന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ന്യൂസ് 8-നകത്ത് ഇദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു ബൈറ്റ് കാണാൻ ഇടയുണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഇമോഷണൽ ആയിരുന്നു. അത് ഞാനിപ്പോൾ ഓക്കെയാണ്. കുറേയധികം ആൾക്കാർ ഇദ്ദേഹത്തെ വിളിച്ചു, ഉണ്ണിമുകുന്ദൻ അടക്കമുള്ള ആൾക്കാർ വിളിച്ചു. നമുക്കറിയാം മാളികപ്പുറം എന്നുള്ള ഒരു സിനിമ ഇദ്ദേഹം ചെയ്തിരുന്നു. പിന്നെ അതിന് സുമതി വളവ് വളരെ ഒരുപാട് നഷ്ടങ്ങൾ ഇദ്ദേഹത്തിന് സംഭവിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹം എഴുതിയെടുത്ത അടുത്തൊരു പടമാണ് നദികളിൽ സുന്ദരി യമുന. വളരെ പൊട്ടപ്പടവാടെ. അത് പൊട്ടപ്പടം എന്ന് പറയുന്നത് എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്, എന്താണ് ഒരു അന്യ ദേശത്തു നിന്ന് ധ്യാനാണ് അതിനകത്തെ നായകൻ. അന്യദേശത്തു നിന്ന് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നത് എന്താണ് അതിനകത്ത് കാണിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഒരു സാമാന്യ വിവരമുള്ളവരാരും ആ ഒരു പടം എടുക്കത്തില്ല. എന്നിട്ട് ഇതുപോലെയുള്ള ഒരു പടത്തിനൊക്കെ കൊണ്ട് തല വെച്ച് കൊടുത്തേച്ച് പിന്നെ ആ പടം പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശരിക്കും അറിയത്തില്ലാത്ത പണി ചെയ്ത് ഇദ്ദേഹത്തിന് ശരിക്കും ഒരു പണിയും അറിയത്തില്ലെന്ന് തോന്നുന്നു. അറിയത്തില്ലാത്ത പണി ചെയ്ത് കുറേയധികം കാശ് കളഞ്ഞു എന്നാണ് എനിക്ക് ഇതിനകത്തുനിന്ന് പേഴ്സണലി എനിക്ക് മനസ്സിലായത്. സുമതി വളവ് എന്ന് പറഞ്ഞ ഒരു പടത്തിനകത്ത് 10-22 കോടി മുടക്കി എന്ന് പറയുന്നു. ശരിക്കും അതൊരു 5-6 കോടി രൂപയ്ക്കുള്ളിൽ നിൽക്കേണ്ട ഒരു പടമാണ്. അത് അത്രയൊന്നുമില്ല. കാരണം നമ്മളൊരു സിനിമ ഫീൽഡിലല്ലാത്ത നമുക്ക് പറയാൻ പറ്റും എന്തിനാണ് ഇത്രയും 10-22 കോടി മുടക്കി ഒരു സുമതി വളവ് പോലുള്ള പടം എടുക്കുന്നത്. വളരെ വേസ്റ്റ് ആണ് അത്രയും. അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനെല്ലാം പാഴ്ചെലവുകളാണ്. ആ സുമതി വളവ് എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ 30 അല്ലെങ്കിൽ 40 ദിവസം കൊണ്ട് തീർക്കേണ്ട ഒരു ഷൂട്ടും തീർത്ത് 90-ലേറെ ദിവസം കഴിഞ്ഞിട്ടാണ്, 90 ദിവസം കൊണ്ട് എടുത്തു തോന്നുന്നു ആ സുമതി വളവ് ഷൂട്ട് ചെയ്യാൻ കടന്നത്. പിന്നെ അത് മാത്രമല്ല അതിൽ കോപ്പറേറ്റ് ചെയ്ത കുറേയധികം ആൾക്കാർ പറയുകയുണ്ടായി. നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയുണ്ടായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറെ എക്യുപ്മെന്റ്സ്, അതിനകത്ത് ഉപകരണങ്ങളൊക്കെ പാഴായിട്ടുള്ള കുറെ ഉപകരണങ്ങൾ വാടകയ്ക്ക് എടുത്തിടുകയും അതൊന്നും ഉപയോഗിക്കാതിരിക്കുകയും അങ്ങനെ കുറെ അധികം പൈസ കളഞ്ഞ് പിന്നെ ദൂർത്തടിച്ച് കുറെ പൈസ പാഴ്ചെലവുകളായിട്ട് കുറെ പൈസ അധികം പോയി. അങ്ങനെയാണ് ഇതിന് കാര്യങ്ങൾ വന്നത്. ഇത് ഷൂട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 10-15 കോടി അപ്പൊ തന്നെയായി. പിന്നെ ഇത് റിലീസും കാര്യങ്ങളൊക്കെ ആയി, ഇതിന്റെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കയറി വന്നപ്പോഴത്തേക്ക് കുറച്ചധികം പൈസ, അങ്ങനെ 10-20 കോടിക്ക് മുകളിൽ പൈസയായി എന്നാണ് പറയുന്നത്. നമുക്കറിയാം സുമതി വളവില് ഇത് സക്സസ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കേക്ക് വരെ മുറിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തോട്ട് വന്നതാണ്. എന്നിട്ട് ഈ അറിയത്തില്ലാത്ത കുറെ അധികം പണികൾ ചെയ്തിട്ട് ഈ ഒരു പൈസ കളഞ്ഞിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ ഒരു കാര്യമില്ല. നമുക്കൊരു വെളിവ് വേണം. ഒരു കഥ കേൾക്കുമ്പോൾ നമുക്കൊരു മൂളയില്ല ഇത് എവിടെ കൊണ്ട് എത്തിക്കാൻ കഴിയുമെന്ന്. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇന്നത്തെ അഭിനയിച്ചവർ, ഇതിനകത്ത് പ്രൊഡ്യൂസർ സംവിധായകന്മാർക്ക് അന്ന് പണി അറിയത്തില്ലായിരുന്നു. പിന്നീട് ഞാൻ എടുത്ത പടത്തിലൂടെയാണ് ഇവര് സംവിധാനം
ഇത് പഠിച്ചതെന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഈ ഒരു സംവിധായകന്മാര് തന്നെയാണ് പ്രകമ്പനം എന്നുള്ള ഒരു സിനിമ എടുത്തത്. അത് അടിപൊളി പടമായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഇദ്ദേഹം അവകാശപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് കുറെ അറിയത്തില്ലാത്ത പണി ചെയ്ത് കുറെ അധികം കാശ് പോയി. ടൈല് വിദേശത്ത് അമേരിക്ക അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലോട്ട് ടൈല് കയറ്റി അയക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു പറഞ്ഞു. ആദ്യമേ 10-15 കണ്ടെയ്നർ അയച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ടൈല് കുറെ പൊട്ടിപ്പോയിട്ട് പിന്നെയും 10-11 കണ്ടെയ്നർ ടൈല് അയച്ചു. അതിൽ കുറെ അധികം നഷ്ടം വന്നു. അവിടുന്ന് ആരും വിദേശത്തുള്ള മലയാളികൾ എന്താണ് പൈസ തന്നില്ല. ഇദ്ദേഹം ഒരു സബ് കോൺട്രാക്ടർ ആയിട്ടാണ് എനിക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലായത്. ഇദ്ദേഹത്തിന് ടൈല് മാനുഫാക്ചറിങ് ഒന്നും ഇല്ല. അതായത് എവിടുന്നെങ്കിലും ഇദ്ദേഹം ഹോൾസെയിൽ ആയിട്ട് എടുക്കും, എന്നിട്ട് ഇദ്ദേഹം മറിച്ച് വിൽക്കുന്ന ഒരു പരിപാടിയാണ് എടുത്തത്. അപ്പൊ നമ്മൾ അവിടെയും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തിന് എന്താണ് കുറെ അധികം അറിയത്തില്ലാത്ത കുറെ പരിപാടി ചെയ്ത് അങ്ങനെ അലുക്കുലുത്തുകൾ നടത്തി പാഴായിട്ട് കുറെ അധികം കാശ് പോയി എന്നുള്ളതൊക്കെയാണ്. ഒക്കെയായാലും ഇന്ന് ന്യൂസ് 18 വന്ന കുറച്ച് ബൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊന്ന് കാണണം. അഭിലാഷ് പിള്ള വാർത്ത നമ്മുടെ കാര്യങ്ങൾ ഞാൻ മുഴുവൻ കേട്ടിട്ടില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ടുള്ളൂ. ആ കേട്ട കാര്യം ഞാൻ ക്ലാരിറ്റി തരാം. ഒന്ന്, ഉണ്ണി മൂന്നനാണ് ഇതിന് മുന്നിൽ പ്രവർത്തിച്ചത്. ഒരിക്കലും ഉണ്ണി മൂന്നനെ വിളിച്ചിട്ട് ചേട്ടാ ജയസൂര്യൻ എന്നെ വിളിച്ചിരുന്നു. അതുപോലെ ഉണ്ണി മൂന്നനെ വിളിച്ചിട്ട് ഇത് കേട്ടെന്ന സംഭവം നിങ്ങൾ വിഷമിക്കണ്ട, എന്തെങ്കിലും നിങ്ങൾ ഡേറ്റ് ഞാൻ തരാം, പടം ചെയ്യും, സത്യമായിട്ട് പറഞ്ഞതാണ്. അല്ലാണ്ട് ഉണ്ണി മൂന്നനൊക്കെ വെറുതെ ഇതിൽ വിളിച്ചേക്കണ്ട. ഉണ്ണി മൂന്നനെ ഡയറക്റ്റ് എന്നോട് പറഞ്ഞത് വേറെ ആൾക്കാരാണ്. അത് പറഞ്ഞത് അത് അഭിലാഷ് പിള്ള പോലും ഒരു സമയത്ത് എന്നോട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ പറഞ്ഞില്ലേ 3 കോടി എനിക്ക് ഇതിന് മുന്നേ കിട്ടും. ഓക്കെ, ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറെ അധികം ആൾക്കാർ ഇദ്ദേഹം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംവിധാനം അറിയത്തില്ലാത്ത ആള് സംവിധാനം അറിയാമെന്ന് പറഞ്ഞ് വന്ന് പറ്റിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ന്യൂസ് 18 നിന്ന് കണ്ടു നോക്കാം. സിനിമ ഷൂട്ടിങ്ങിന് മുന്നേ അത് തെളിയിക്കണം. 1 കോടി രൂപ കിട്ടിയിരുന്നു പ്ലോട്ട് പിക്ചേഴ്സിന് എടുക്കുന്നത്. അതൊക്കെ വിഷ്ണു വഴി, സിൻസിയറിന്റെ കമ്പനി വഴി ആണ് നമ്മൾ തന്നിട്ടുള്ളത്. അവർ 6 ലക്ഷം സംതിങ് നമ്മൾ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. 1 കോടിൻ്റെ നല്ല ആൾക്കാരാണ് അവർ. സിൻസിയർ ശ്യാമ് അവർ 56 ലക്ഷം രൂപ GST. ഈ കണക്ക് എവിടെയാണ് ഞാൻ കാണിക്കേണ്ടത്? അവർ ചാർട്ടേഡ് അക്കൗണ്ട് വിളിച്ചോ, എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ട് ഇരുന്നോ? എവിടെയാണ് കണക്ക് കാണിക്കുന്നത്? ഞാൻ കണക്ക്. പിന്നെ ഇന്നലെ നിങ്ങളെൻ്റെ കാര്യത്തിലുള്ള ഒരു മാറി ഉണ്ടായിരുന്നു. സത്യം ജീവിക്കാൻ പൈസ ഇല്ല. ഇന്നിപ്പം അത് പണയം വെച്ച ഇഷ്ടമാണ്. ഇന്ന് നമ്മൾ ഡ്രൈവർ രോഹിത്ത് കൊണ്ടുപോയിട്ട് പണയം വെച്ച റെസീറ്റാണ്. അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല ഞാൻ അനുഭവിക്കും. അല്ലാണ്ട് എനിക്ക് അവരെ തേജാവധം ചെയ്യാനോ ഒന്നുമല്ല. ഞാൻ എൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. എൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ സിറ്റുവേഷൻ. അല്ലാണ്ട് എനിക്ക് ഇതിനകത്ത് അദ്ദേഹം വീണ്ടും പറഞ്ഞുകൊണ്ട് അഭിലാഷ് പിള്ള, വിഷ്ണു ഇവരെന്നെ ചതിച്ചു എന്നാണ് ഇതിനകത്ത് ഉടനീളം പറയുന്നത്. അപ്പം ഉണ്ണിമുകുന്ദൻ അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മറ്റു പലരും ബന്ധപ്പെട്ടിട്ട് പൈസ വേണ്ട ചേട്ടാ എന്താ പ്രശ്നം എന്നൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഉണ്ണിമുകുന്ദന്റെ ഒരു പേര് പരാമർശിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എന്താണ് അഭിലാഷ് പിള്ള ഇവരൊരു പ്രസ് മീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് വിഷയങ്ങൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഒരാൾക്ക് കടം വരിക എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. അപ്പൊ എന്തൊക്കെയായാലും ഇത് പരിഹരിക്കട്ടെ. അറിയത്തില്ലാത്ത പണി ചെയ്ത് പോയി അതിനകത്തൊരു ഫോൾട്ട് സംഭവിച്ചിട്ട് പിന്നെ അത് ഇന്നവര് കാരണമാണെന്ന് പറഞ്ഞതിലുള്ള യുക്തി എനിക്ക് മനസ്സിലാകത്തില്ല. കാരണം ഒരു പടം എടുക്കുന്നതിന് മുമ്പ് നമ്മളൊരു പണി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പണി അറിയാമായിരിക്കണം. നമ്മളൊരു ഫെയിം നടത്തുമ്പോഴോ കമ്പനി നടത്തുമ്പോഴോ നമുക്ക് ആ ഒരു പണി അറിയത്തില്ലെങ്കിൽ അത് ആ ഒരു പണി നമ്മുടെ ലേബേഴ്സിന് അറിയാമെങ്കിൽ ലേബേഴ്സ് നമ്മുടെ തലയിൽ കയറി താണ്ഡവമാടും എന്നുള്ള കാര്യമാണ് വാസ്തവം. അപ്പം നമ്മൾ ഏതൊരു പണിക്ക് പോകുമ്പോൾ ആ പണി വൃത്തിയായിട്ട് പഠിച്ചിട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് പൊട്ടുക തന്നെ ചെയ്യും. പിന്നെ പാഴ്ചെലവ്, ഇപ്പം ഒരു പുതുതായിട്ട് വന്ന ഒരു സംവിധായകൻ അല്ലെങ്കിൽ നിർമ്മാതാവ് അത് ഒരു ഫിനാൻസ് എങ്ങനെ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അവിടെ പാഴ്ചെലവ് തന്നെ വരും. സാർ നമ്മളൊരു വീട് പണിയുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബഡ്ജറ്റ് 10-25 ലക്ഷമാണെങ്കിൽ നമ്മളത് പറഞ്ഞത് വരുമ്പോഴത്തേക്ക് 30-35 ലക്ഷം വരും. അതെങ്ങനെ കൂട്ടിയാലും വരും. പിന്നെ നമ്മളത് ഫിനാൻഷ്യലി കൈകാര്യം ചെയ്യാൻ അറിയുന്നവനാണെങ്കിൽ അതിനകത്ത് കോസ്റ്റ് കുറച്ച് കുറവ് വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിലും നമ്മൾ കോസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചൊരു ഒരു പാഴ്ചെലവ് വരുന്നത് സ്വാഭാവികമാണ്. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്ത് കറക്റ്റ് ഇത് അലോക്കേറ്റ് ചെയ്ത് നമ്മൾ ഒരു ടൈം ടേബിൾ പോലെ ഇങ്ങനെ കറക്റ്റ് അത്ര കൃത്യമായിട്ട് നമ്മൾ ഓരോന്നും കൊടുക്കണം. പക്ഷെ എന്തൊക്കെയായാലും കുറച്ചധികം പാഴ്ചെലവ് വരും എന്നുള്ളതാണ്. പക്ഷെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അത് വളരെ കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യത്തിൽ. അപ്പം അറിയത്തില്ലാത്ത പണി ചെയ്ത് കുറെ അധികം കാശ് പോയിട്ട് പിന്നെ എന്തൊക്കെയോ പറഞ്ഞ ഒരു കാര്യമില്ല. അദ്ദേഹത്തിന്റെ ആ ഇമോഷണൽ അവസ്ഥയിൽ അദ്ദേഹം ഒന്ന് പറഞ്ഞു പോയതായിരിക്കാം. അപ്പൊ എന്തൊക്കെയായാലും ആ കടങ്ങളും കാര്യങ്ങളൊക്കെ വീടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള തീർച്ചയായും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കുക. ബൈ.